നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ അവസാനം ഇപ്പോൾ SIRൻ്റെ വോട്ടർ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വന്ന കരട് വോട്ടർ പട്ടികയും അതിനുശേഷം ഒരുപാട് ആളുടെ പേരുകൾ തെറ്റുകൾ തിരുത്താനും മറ്റു കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ടെല്ലാം ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിറകിൽ നടക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവസാനമായി ഇതിൻ്റെ വോട്ടർ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ, അതുപോലെ തന്നെ പ്രവാസികളായ ഒരുപാട് ആളുടെ പേരുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാം പേരുകളുണ്ടോ എന്നെല്ലാം നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. പ്രവാസികൾക്കും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇനി വോട്ടില്ലാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് വീഡിയോയുടെ അവസാനം നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കും വരുന്നത്. നമ്മൾ താഴെ കാണിക്കുന്ന ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണുക. ഇതിൽ നമുക്ക് 3 രൂപത്തിൽ നമ്മുടെ വോട്ടർ പട്ടികയിലെ പേര് ചെക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യത്തേത് നമ്മുടെ വോട്ടർ ID കാർഡിലെ നമ്പറാണ്. ഇങ്ങനെ വോട്ടുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ വോട്ടർ ID കാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ വോട്ടർ ID കാർഡ് നമ്പർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ടാമത് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചാണ്ട് നമ്മുടെ പേര് ഇതിൽ കാണുന്ന ഈ ഡീറ്റെയിൽസുകളെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാച്ച് ആവുന്ന ഡീറ്റെയിൽസുകളാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ സെർച്ച് ബൈ മൊബൈൽ നമ്പർ. നമ്മളിത് ചെയ്യുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഇങ്ങനെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മൊബൈലിലേക്ക് ഒരു OTP വരും. എങ്കിൽ മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതും നമ്മുടെ വോട്ടർ ID കാർഡ് വെച്ച് ചെക്ക് ചെയ്യുന്നതാണ്. ഫസ്റ്റ് കാണുന്ന കോളത്തിൽ സെലക്ട് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മലയാളമോ ഏതെങ്കിലും ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എപ്പിക് നമ്പർ ഇവിടെ ചോദിക്കുന്നിടത്ത് നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ തെറ്റാതെ കൊടുക്കുക. വോട്ടർ ID കാർഡ് നമ്പർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മുടെ പഴയ രൂപത്തിലുള്ള KL വോട്ടർ പട്ടിക പറ്റില്ല. പുതിയ വോട്ടർ ID കാർഡ് നമ്പർ മാത്രമാണ് അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം സ്റ്റേറ്റ് കൊടുക്കുക. നമ്മുടെ സ്റ്റേറ്റ് കേരള എന്ന് അവിടെ കൊടുക്കുക. അതിനുശേഷം താഴെ കാണിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരള സ്റ്റേറ്റ് കൊടുക്കുകയാണ്. കേരള കൊടുത്തു. അതിനുശേഷം താഴെ കാണിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ വരുന്ന അക്കങ്ങൾ അത് പല സമയത്തും മാറിക്കൊണ്ടിരിക്കും. എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ വായിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഈ വോയിസിൻ്റെ നേരെ മുകളിൽ കാണുന്ന റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലിപ്പോൾ നമുക്ക് സംശയമുണ്ട്, D ആണോ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളത് മാറ്റി കൊടുക്കുക. അല്ല ക്ലിയർ ആണെങ്കിൽ ചിലപ്പോൾ അക്കങ്ങൾ വരാറുണ്ട്, അക്ഷരങ്ങൾ വരാറുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ എന്നിങ്ങനെ പല രൂപത്തിലുള്ള അക്കങ്ങൾ വരാറുണ്ട്. അത് കറക്റ്റായി മനസ്സിലാക്കി തന്നെ കൊടുക്കുക. പല ആളുകളും ഇവിടെയാണത് തെറ്റാറുള്ളത്. അതുപോലെ തന്നെ എപ്പിക് നമ്പർ ഇല്ലാത്ത ആളുകളെ പറഞ്ഞ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മറ്റെല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ നമ്പർ കൊടുത്തതിന് ശേഷം തെറ്റാതെ കൊടുക്കുക. അതിനുശേഷം ഈ താഴെ കാണിക്കുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ആളുടെ പേര്, അതുപോലെ തന്നെ ആളുടെ ബന്ധുവിൻ്റെ പേര്, ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് അസംബ്ലി മണ്ഡലത്തിലാണ്, ഏത് ബൂത്തിലാണ്, അതുപോലെ തന്നെ ഈ ബൂത്തിൽ ഏത് പാർട്ട് നമ്പറിലാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കിതൊന്ന് കറക്റ്റായി തന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അവിടെ നമ്മുടെ പേര് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുവിൻ്റെ പേര് വരുന്നുണ്ട്, പ്രായം വരുന്നുണ്ട്, അതുപോലെ തന്നെ എപ്പിക് നമ്പർ വരുന്നുണ്ട്, സംസ്ഥാനം വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏത് ബൂത്തിൽ എത്രാമത്തെ വോട്ടറാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ BLOൻ്റെ നമ്പറും, അതുപോലെ തന്നെ നമ്മളുമായി വോട്ടർ പട്ടികയിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുടെ നമ്പർ, അത് BLO, BRO, BED എന്നുള്ള ആളുകളുടെ നമ്പറാണ് അവിടെ വരുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ വോട്ടർ വിവരങ്ങൾ അച്ചടിക്കുക എന്ന് കാണിക്കുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊരു PDF ഫയലായി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. എല്ലാ കൂട്ടുകാരും ഇത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ പുതിയ വോട്ടിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പക്ഷേ അവർ SIRമായി ബന്ധപ്പെട്ട രേഖകളിൽ അവർക്ക് വോട്ടുണ്ടാവുകയില്ല. അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അന്ന് വരെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പ്രവാസികളായ ഒരുപാട് ആളുടെ പേരുകൾ ഇതിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ യെസ് എന്നും, ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.